ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ അമ്പലത്തിലേക്ക് പോവുകയാണ്. വൈകിട്ട് ഒരു 6 മണിയൊക്കെ ആയപ്പോഴാണ് നമ്മൾ അമ്പലത്തിലേക്ക് പോയത്. കാരണം രാവിലെ നമ്മൾ കുടജാദ്രി പോയത് കാരണം ഈവനിങ് ടൈമാണ് നമ്മൾ പോയത്. അപ്പം ഇത് അമ്പലത്തിൻ്റെ ഉൾഭാഗമാണ്. ഞങ്ങൾ വന്ന സമയത്ത് നല്ല തിരക്കുണ്ടായിരുന്നു. രാവിലെ 5 മണി മുതൽ രാത്രി 9 മണി വരെയാണ് ഇവിടുത്തെ ദർശന സമയം. ഉച്ചയ്ക്ക് നട അടച്ചതിന് ശേഷം പിന്നീട് ഈവനിങ്ങിൽ 3 മണിയാകുമ്പോഴാണ് നട തുറക്കുന്നത്. കർണാടക സംസ്ഥാനത്ത് ഉടുപ്പി ജില്ലയിലെ ബൈന്ദൂർ താലൂക്കിൽ കൊല്ലൂരിൽ സൗപർണിക നദിയുടെ തെക്കേ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു മഹാതീർത്ഥാടന കേന്ദ്രമാണ് കൊല്ലൂർ മൂകാംബിക ദേവി ക്ഷേത്രം. മഹാകാളി, മഹാലക്ഷ്മി, മഹാസരസ്വതി എന്നീ 3 ഭാവങ്ങളുടെ ഐക്യരൂപിണിയായി മൂകാംബിക എന്ന പേരിൽ ഇവിടെ ആരാധിക്കപ്പെടുന്നു. കുടജാദ്രി മലകളുടെ താഴ്വരയിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ അമ്പലത്തിനുള്ളിൽ കയറി പ്രാർത്ഥിച്ചതിന് ശേഷം വെളിയിലിറങ്ങി ദേവിയെ 3 പ്രാവശ്യം അമ്പലത്തിന് ചുറ്റും പ്രദക്ഷിണം ചെയ്യിക്കുകയാണ്. മീനമാസത്തിലെ കൊടിയേറ്റുത്സവവും അതിനോടനുബന്ധിച്ചുള്ള മഹാരഥോത്സവവും നവരാത്രി ഉത്സവവും വിദ്യാരംഭവുമാണ് ഇവിടുത്തെ പ്രധാന വിശേഷ ദിവസങ്ങൾ. അങ്ങനെ നമ്മൾ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പുറത്തിറങ്ങി. പുറത്ത് ഒരു കൂട്ടം അധ്യാപകർ നടത്തുന്ന ഒരു സംഗീത കച്ചേരി ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കുറേ നേരം അവിടെ ഇരുന്നു സംഗീത കച്ചേരിയൊക്കെ കേട്ട്. അതിനുശേഷം നമ്മൾ ആഹാരം കഴിക്കാനായിട്ട് പോയി. അമ്പലത്തിൻ്റെ പുറകിലായിട്ട് തന്നെ അന്നദാനം നടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയി. നിലവിൽ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കർണാടകയിലാണെങ്കിലും ക്ഷേത്രത്തിൽ എത്തുന്ന ഭക്തരിൽ നല്ലൊരു ശതമാനവും കേരളത്തിൽ നിന്നാണ്. മലയാളികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ക്ഷേത്രങ്ങളിലൊന്നായി മൂകാംബിക ക്ഷേത്രം കണക്കാക്കപ്പെടുന്നു. ഈ മഹാക്ഷേത്രത്തിന് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. അതുമാത്രവുമല്ല, നമ്മൾ എത്രയൊക്കെ മനസ്സിൽ വിചാരിച്ചാലും നമുക്ക് മൂകാംബിക അമ്മയുടെ നടയിൽ എത്താൻ സാധിക്കില്ല എന്നാണ് വിശ്വാസം. അമ്മ കനിഞ്ഞാൽ മാത്രമേ അമ്മയുടെ മുന്നിലേക്ക് ഭക്തർക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. നമ്മൾ കുറേ നാളായി ആഗ്രഹിക്കുന്നതാണ്. പക്ഷേ ഇപ്പോഴാണ് നമുക്കും അമ്മയുടെ ആ ഒരു പ്രസൻസ് മനസ്സിലാക്കി ഇവിടെ എത്താൻ സാധിച്ചത്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ നമ്മുടെ മൂകാംബികയിലെ വിശേഷങ്ങൾ. പുതിയതായിട്ട് ഈ വീഡിയോസ് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ ബൈ.